ചെങ്കോല് പിന്നെ നന്നായതിൽ ഞാൻ സന്തോഷിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ചെങ്കോല് പോയി കാണുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ലാലിനെ കൊല്ലണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഉണ്ണിക്ക് വേണമെങ്കിൽ എൻ്റെ തേർഡ് പാർട്ട് എടുക്കാമായിരുന്നു. ഞാനെടുത്തൊരു തീരുമാനമായിരുന്നു ഈ പറഞ്ഞ പോലെ ഉണ്ണിയായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വിച്ഛേദിക്കാനായിട്ട്. ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അത്രയും ഒരു ഹാപ്പി നോട്ടിലല്ല പിരിഞ്ഞത്. അന്നത്തെ കാലത്ത് 2-2.5 കോടി എൻ്റെ പോയി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു 25 കോടി എന്ന് വേണമെങ്കിൽ പറയാം. 2 വർഷം എൻ്റെ കാറില്ലാതെ ഞാൻ ഓട്ടോറിക്ഷയിൽ നടന്നിട്ടുണ്ട്. ഞാൻ തകർന്നടിച്ച് താഴെ കിടന്ന സമയത്ത് ഇപ്പം എന്നെ തിരിഞ്ഞു നോക്കാത്ത എത്ര പേരുണ്ട്, തിരിഞ്ഞു നോക്കും എന്ന് വിചാരിച്ചവർ. ഞാൻ പക്ഷേ ഇപ്പോൾ ചിന്തിക്കാറേ ഇല്ല. ലൈഫിൽ ഞാൻ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷൻ എത്തി. അവിടെ നിന്ന് നേരെ താഴോട്ട് പോയി. ഞാൻ തമാശയ്ക്ക് പറയുന്നത് മണ്ണിൽ നിന്ന് തൂവംസിനൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ എന്നെ കുഴിയുടെ അകത്തുനിന്ന് തപ്പിയെടുത്താൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത്രയും താഴെ പോയി. അന്നത്തെ വിക്രമിന്റെ ഓർമ്മകൾ എന്താണ്? അത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ലോകത്ത് കാണുന്ന സംശയം. എന്താ അദ്ദേഹത്തിന് നന്മ തിരിച്ചറിഞ്ഞ എന്തെങ്കിലും സാഹചര്യമോ സന്ദർഭമോ പറയാൻ പറ്റുമോ? ഞാൻ വിക്രമാ ഈ ടോണിൽ സംസാരിക്കാം. അതല്ല, അവൻ പണ്ടത്തെക്കാളിലും എലിമ പഠിച്ചവനാണ്. ഞാൻ ഇടപെടാതെ വിളിക്കുന്നത് ഇപ്പോഴും. ഈ പടത്തിന് ഒരു 2ാം ഭാഗം കൂടി ഉണ്ടല്ലോ. പലപ്പോഴും ക്രിട്ടിക്കലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാവ്യനീതി എന്നുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും മികച്ച 2ാം ഭാഗം എന്നുള്ള രീതിയിലാണ് ചെങ്കോലിനെ പറയപ്പെടുന്നത്. കാരണം ഒരു ദുരന്തം നേരിട്ട നായകൻ പിന്നീട് അദ്ദേഹത്തിന് ഈ ദുരന്തത്തിന് നിമിത്തമാക്കിയിട്ടുള്ള കീരിക്കാടൻ ജോസിന്റെ മകനെ ഒരു ഗുണ്ടയാക്കാതെ മരണപ്പെട്ട് തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന്റെ ഒരു കാവ്യനീതി ശരിയാണ് അല്ലെങ്കിൽ ജസ്റ്റിഫൈഡ് ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നത്. എപ്പോഴെങ്കിലും ഇതിന്റെ 2ാം ഭാഗത്തിന്റെ മുഴുവനായിട്ട് ഭാഗമാവാൻ പറ്റാത്തതിലെ ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ 2ാം ഭാഗം വേണ്ട വിധത്തിൽ അന്ന് ജനകീയവും ഈ 1ാം ഭാഗം കിരീടം പോലെ സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടില്ല. അതിലെ ഒരു വിചിന്തനം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല. ഐ എം എ വെരി പോസിറ്റീവ് പേഴ്സൺ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ദിനങ്ങളെപ്പറ്റി അതിനെ വീണ്ടും അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചിന്തിക്കാറില്ല. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു. ഐ തിങ്ക് ഓൺലി ടു ദ ഫ്യൂച്ചർ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു ഈ പറഞ്ഞ പോലെ ഉണ്ണിയായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വിച്ഛേദിക്കാനായിട്ട്. ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അത്രയും ഒരു ഹാപ്പി നോട്ടിലല്ല പിരിഞ്ഞത്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും പുള്ളി അവസാനം വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ പോലെ ദിനുവിന് ഇത്രയും വലിയ ഓഫീസും സെറ്റപ്പ്. ഞാൻ പറഞ്ഞില്ല, അന്ന് ഞാൻ അത്യാവശ്യം അത്രയും വെൽ ഓഫായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് വേറെ ഒന്നുമില്ല, സിനിമ തന്നെയാണ് ഇനി. കാരണം കിരീടം ഹിറ്റായല്ലോ. അപ്പം ഞാൻ ഇനി ഒരു സിനിമാക്കാരനായിട്ട് അറിയാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം എനിക്കല്ലാതെ തന്നെ വേറെ ബിസിനസ്സുണ്ട്, ജോലിയുണ്ട്, എല്ലാം ഇതെല്ലാം നടക്കുകയാണല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ണിയോട് ഞാൻ പറഞ്ഞു, ഉണ്ണി എന്താ വേണ്ടത്? അപ്പോൾ ഉണ്ണി ഓൾറെഡി ഒരു എഗ്രിമെൻ്റൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നു. ദിനു എനിക്ക് ഇതിൻ്റെ റൈറ്റ്സൊക്കെ തരികയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ എനിക്ക് അടുത്ത വേറെ സിനിമകൾ എടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ അങ്ങനെ ഞങ്ങൾ തമ്മിൽ അത്രയും സുഖത്തിലല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയാം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ എഗ്രിമെൻറ്റിൽ വയ്ക്കാം. ഒന്നും നോക്കിയില്ല. ഉണ്ണി എൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ ഒരു പൈസ പോലും മേടിക്കാതെ അതിൻ്റെ നെഗറ്റീവ് റൈറ്റ്സ് ആ സമയത്ത് എഴുതി കൊടുക്കേണ്ടത് ചെയ്യാൻ ചെയ്തു. ഇന്നാണെങ്കിൽ അത് കോടികളുടെ വിലമതിക്കുന്നൊരു തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ അതൊന്നും നോക്കിയില്ല. എനിക്ക് ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അതിലൊരു വിഷമമില്ല. കാരണം അറ്റ്ലീസ്റ്റ് ഒരാൾ അതുകൊണ്ട് നന്നായി, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മതിപ്പ് പുള്ളിക്കുണ്ടോ, അല്ലെങ്കിൽ പുള്ളി അതിന് ആ കാര്യത്തിന് വേണ്ടി എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, ഗ്രേറ്റ്ഫുൾ ആണോ എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ചെയ്യേണ്ടത് ഒരു സുഹൃത്തിന് വേണ്ടി പുള്ളിക്ക്. കാരണം പുള്ളിയുടെ അവസ്ഥ ഇതുകൊണ്ടാണ് പുള്ളി രക്ഷപ്പെട്ടത്. പുള്ളിയുടെ ലൈഫിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. പുള്ളി ആദ്യമായിട്ട് കാറ് മേടിക്കുന്നതൊക്കെ ഈ ഇതിന്റെ പൈസ കൊണ്ടാണ്, കിരീടം കൊണ്ടാണ്. തീർച്ചയായിട്ടും. അല്ല, അത് ഞാൻ നെഗറ്റീവായിട്ടല്ല പറയുന്നത്, പോസിറ്റീവായി. കാരണം കിരീടം കൊണ്ടാണ് ഞങ്ങളെല്ലാവരും ജീവിതത്തിൽ ഒരു അറിയപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോഴേക്കും ഒരു മനുഷ്യൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പുള്ളിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂസിൽ പറയാറില്ല. ഇപ്പോഴും എൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ സുഹൃത്തുക്കളാണെന്നേ പറയുള്ളൂ. അതിന് വേറെ ഒന്നും ഞാൻ എൻ്റെ നെഗറ്റീവായിട്ട് പറയാറില്ല. പിന്നീട് ഈ പറഞ്ഞ പോലെ പുള്ളി അതുകൊണ്ട് നന്നായി. ഈ സെക്കൻഡ് പാർട്ട് പുള്ളി എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ എന്നെ അറിയിച്ചു, സെക്കൻഡ് പാർട്ട് ഞാൻ എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അതിൽ ഞാനൊരു വിയോജിപ്പ് ഞാൻ പറയുകയും ചെയ്തു. അതായത് സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോഴേക്കും അതിനകത്ത് കിരീടത്തിൽ അവകാശമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ എന്നെ ഒന്ന് പരിഗണിക്കണം. ഞാൻ വലിയ എമൗണ്ടിന് വേണ്ടിയിട്ടല്ല, അറ്റ്ലീസ്റ്റ് ദിനേശ് പണിക്കരുടെ ഒരു വാല്യൂയോടെ അല്ലെങ്കിൽ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അവിടെ വരണം, ഗ്രാറ്റിറ്റ്യൂഡ് വരണം. പക്ഷേ അതെനിക്ക് ഇല്ലയെന്ന് തോന്നി. അതിന് പേരിൽ ഞാൻ അന്നത്തെ കാലത്ത് ഒരു ചെറിയ ഉടക്കിടുകയും ചെയ്തു പുള്ളിക്ക്. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെങ്കോല് പിന്നെ നന്നായതിൽ ഞാൻ സന്തോഷിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ ചെങ്കോല് പോയി കാണുകയും ചെയ്തു. ഞാനും എൻ്റെ ഫാമിലിയായിട്ട് ഒക്കെ കണ്ടു. പക്ഷേ എനിക്ക് കിരീടത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ആ ഒരു അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റീവ്നെസ്,
അല്ലെങ്കിൽ ആ കഥയിലുണ്ടായിരുന്ന അത് കിരീടത്തിൽ കുറ്റം പറയാൻ ഒരു വാക്ക് അതെ, ഒരു പോലും ഏരിയയില്ല. ഏരിയയില്ല. അതേസമയം ഇന്നും നിങ്ങൾ പൊതുജനത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറ്റം പറയാൻ ഇഷ്ടം പോലെയുണ്ട്. ആദ്യം എടുത്ത് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇത്രയും വലിയ ഒരു ഭീകരമായ ഒരു അവസ്ഥയിൽ ഫേസ് ചെയ്യുന്ന തിലകൻ ചേട്ടൻ്റെ ഒരാൾ മകൻ്റെ ഒരു അവസ്ഥയിൽ അറിയുന്നു, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അയാൾ കാണുന്നു, ഇതെല്ലാം ചെയ്തിട്ട് വളരെ ശക്തിയോടെ നിൽക്കുന്ന ഒരാൾ അവസാനം രണ്ടാമത്തെ ഇതിനകത്ത് വന്നിരിക്കുന്ന ക്യാരക്ടറൈസേഷൻ വളരെ വീക്കായിപ്പോയി, വളരെ മോശമായിപ്പോയി. ഞാൻ പറയുന്നതല്ല, യെസ്, പൊതുജനം പറയുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു റെഫറൻസ് ഈ മഹേഷിന്റെ പ്രതികാരത്തിലും ഉണ്ടല്ലോ. പറയുന്നുണ്ട്. രണ്ടാം ഭാഗത്തിലെ എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. പക്ഷെ അല്ലാതെ ഞാൻ ആ പടം കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ക്ലൈമാക്സിലോട്ടൊക്കെ പോയി അത്. പക്ഷേ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ലാലിനെ കൊല്ലണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഉണ്ണിക്ക് വേണമെങ്കിൽ എൻ്റെ തേർഡ് പാർട്ട് എടുക്കാമായിരുന്നു. കിരീടം മാത്രമല്ലാതെ ബാക്കിയുള്ള പ്രൊഡക്ഷൻസിന്റെ പേരിലും സാറ് പലപ്പോഴും ഈ ഫേസ്ബുക്കിലെ കുറിപ്പുകളിലൊക്കെ വരാറുണ്ട്. പക്ഷെ ഇപ്പൊ ആളുകൾ വലിയ രീതിയിൽ ഈ രജപുത്രന്റെ സുരേഷ് ഗോപി സാറിന്റെ കോസ്റ്റ്യൂംസ്, അതിൽ ആ പടത്തിന്റെ മൊത്തത്തിലുള്ള മേക്കിംഗ്, അന്ന് കാലത്തെ സ്കെയില്, അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. വിക്കിപീഡിയയിലും ബാക്കിയുള്ള ഇന്റർനെറ്റ് സോഴ്സസിലൊക്കെ ഇതൊരു മോഡറേറ്റ് സക്സസ് എന്നുള്ള രീതിയിൽ എഴുതപ്പെടുന്നത്. ശരിക്കും എന്തായിരുന്നു രജപുത്രന്റെ അന്ന് കാലത്തെ ജനം എഴുതിയ വിധി? അല്ല, അത് നമ്മൾ മുടക്കിയ കാശ് റഫ്ലി അബൌട്ട് നമുക്ക് തിരിച്ചു കിട്ടി. ഞാൻ ഫുൾ കിട്ടിയെന്ന് ഞാൻ പറയില്ല, കാരണം അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇദ്ദേഹമായിരുന്നു, VIP ഫിലിംസ് ആയിരുന്നു. അപ്പോൾ അവരാണ് അതിൻ്റെ കണക്കൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേജിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് റഫ്ലി ഒരു മുടക്കിയ പൈസ തിരിച്ച് കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ വാക്ക് കറക്റ്റാണ്. ഒരു മോഡറേറ്റ് സക്സസ് എന്നുവെച്ചാൽ ഫ്ലോപ്പ് അല്ല, എന്നാൽ വലിയ അതീവ സക്സസ് ആണെന്ന് വെച്ചാൽ അതുമല്ല. എന്നാൽ ആൾക്കാർക്ക് ഇന്നും രജപുത്രൻ എന്ന് പറയാം, നല്ല നല്ല സിനിമയായിരുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ എല്ലാവരും സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതിനകത്ത് ഇപ്പോഴും ആൾക്കാർ ഓർക്കുന്നത് സുരേഷ് ഗോപി ശോഭനയുടെ കൂടെ തന്നെ അതിനകത്ത് ഓർക്കുന്ന വേറെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഇയാളുടെ വിക്രമിൻ്റെ പ്രസൻസ്. കാരണം വിക്രം എന്ന ആരുമല്ല, പക്ഷേ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇന്ന് പടം കാണുമ്പോൾ അന്നത്തെ വിക്രമിൻ്റെ ഓർമ്മകൾ എന്താണ്? ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ലോകത്ത് കാണുന്നത് സംശയമാണ്. എൻ്റെ ആ പടം 63 ദിവസം ഞാനന്ന് ഷൂട്ട് ചെയ്തു. 63 ദിവസത്തിൽ എനിക്കൊന്ന് 40-45 ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിക്രം. അപ്പോൾ അത്രയും അടുപ്പം വരെ ചേട്ടാ എന്ന് പറഞ്ഞ് ഭയങ്കര ക്ലോസ് ആയിരുന്നു ഈ മനുഷ്യനോട്. അതിനുശേഷം പുള്ളി അവിടെ നിന്ന് പോവുകയും ഞാൻ പിന്നീട് എനിക്കിപ്പോഴും എത്ര പ്രതിഫലം കൊടുത്തെന്ന് ഓർമ്മയുണ്ടോ? 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയാണ് കൊടുത്തത്. അന്ന് 1 ലക്ഷം വലിയ വാല്യൂ ആണ്. കാരണം ആ ക്യാരക്ടറിന് അല്ല, ഞാൻ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ശരിക്കും അന്ന് പുള്ളി നല്ലൊരു ഡാൻസർ ആണെന്നുള്ള പരിഗണനയിലാണ് നമ്മൾ പുള്ളിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ വന്നത് അന്നത്തെ കാലത്ത് മറ്റേ AR റഹ്മാൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് പ്രശാന്തിനെയാണ് ഞാൻ ആദ്യം നോക്കിയത് ആ ക്യാരക്ടർ. കാരണം അങ്ങനെയാണ് തമിഴ് വിൽക്കാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ മാർക്കറ്റ് കിട്ടിയേനെ. നോക്കിയപ്പോഴേക്ക് പ്രശാന്തിൻ്റെ എന്തോ റേറ്റ് കൂടുതലോ അങ്ങനെ എന്തോ വന്നിട്ടാണ് നമുക്ക് ബഡ്ജറ്റ് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ കട്ട് ചെയ്ത് നോക്കിയപ്പോഴേ അതേപോലെ തന്നെ സുന്ദരനാണ് വിക്രം. അവന് നന്നായിട്ട് ഡാൻസ് അറിയാം, മലയാളിയാണ്, പകുതി മലയാളിയാണ്. അപ്പോൾ അതുകൊണ്ട് വിക്രമിനെ വിളിച്ചു. വിക്രമിനെ പോലെ സഹകരിക്കുന്ന ഒരാൾ, വിക്രമിനെ പോലെ നല്ലൊരു മനുഷ്യൻ നമുക്ക് എത്ര പേരുണ്ടാവുന്നത്? എന്താ അദ്ദേഹത്തിന് നന്മ തിരിച്ചറിഞ്ഞ എന്തെങ്കിലും സാഹചര്യമോ സന്ദർഭമോ പറയാൻ പറ്റുമോ? ഉണ്ട്. പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും ഈ അടുത്ത് തന്നെ ഉണ്ടായ ഒരു ഇൻസിഡൻ്റാണ്. അബൌട്ട് ഞാൻ ഷൂട്ടിങ് ഇവിടെ ട്രിവാൻഡ്രത്ത് നടക്കും നോക്കുമ്പോൾ മലയാള മനോരമക്കാർ അവിടെ മഴവിൽ മനോരമ അവർ ചാനലിൻ്റെ ആൾക്കാർ വന്നിട്ട് അവർ വണ്ടിയൊക്കെ ആയിട്ട് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവരെന്തിനാണ് വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ? അപ്പോൾ എൻ്റെ ഷോട്ട് എടുത്തുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ കൂടുതൽ അതിൽ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഷോട്ട് കഴിഞ്ഞ് വന്നിരുന്നപ്പോൾ അവർ എന്നെ കാണാൻ വന്നിരിക്കുക. അപ്പോൾ ഞാൻ പറയും, ഇവരെന്തിനാണ് എന്നെ കാണാൻ വരുന്നത്? അവർ ഞങ്ങൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിക്രമിനെ കാണാൻ പോയിരുന്നു ചെന്നൈയിൽ. അപ്പോഴേക്കും വിക്രം അങ്ങ് വളർന്ന് വലിയ ഒരാളായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു. അപ്പോൾ വിക്രമിനെ ഞാൻ വിളിക്കാനോ അദ്ദേഹത്തിനെ ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും ഞാൻ പിന്നീട് പോയിട്ടുമില്ല. അങ്ങനെ വിക്രമിനെ അവർ കാണുകയും ഒരു ഇൻ്റർവ്യൂവും ചെയ്തപ്പോൾ വിക്രമിനോട് ചോദിച്ചു, വിക്രം ഇതിനകത്ത് മലയാള ഇൻഡസ്ട്രിയിലോട്ട് ഇപ്പോൾ വരുന്നില്ലല്ലോ, താല്പര്യമില്ലേ എന്ന് ചോദിച്ചു. പിന്നെ മലയാളം എനിക്ക് എന്നെ വളർത്തിയത് മുഴുവൻ മലയാളം ഇൻഡസ്ട്രി അല്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഓർമ്മയുള്ള അല്ലെങ്കിൽ സ്നേഹം തോന്നുന്ന സംവിധായകൻ അതെൻ്റെ ജോഷിയേട്ടൻ. ഒറ്റ വാക്കിൽ തന്നെ പുള്ളി മറുപടിയുണ്ട് അതിന്. രണ്ടാമത് ചോദിച്ചാൽ അതിൽ നിങ്ങൾക്ക് കുറേ പടങ്ങൾ തന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവില്ല, ആ പ്രൊഡ്യൂസേഴ്സിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിൽ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അവനെ സോപ്പിട്ട് ഇങ്ങനെ പറഞ്ഞാലേ അതെല്ലാവരും നല്ല പ്രൊഡ്യൂസേഴ്സാന്നൊക്കെ പറയാം. ഇല്ലല്ല, എന്നാലും ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ പെട്ട ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവും, ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടാവുമല്ലോ. അപ്പോൾ അതാരായിരിക്കുന്നത്? പുള്ളി എൻ്റെ പേരാണ് പറഞ്ഞത്, ദിനേശ് പണിക്കർ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോരമക്കാർ അന്ന് അവർ കാണിച്ചിരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, അവിടുത്തെ ആ ക്ലിപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ
നേരെ ഈ ഇപ്പുറത്ത് അവരെ റെഫർ ചെയ്ത ആളുടെ അടുത്ത് വന്ന് അതിൻ്റെ ഒരു മറുവാക്ക് എടുക്കും. അപ്പോൾ ആ മറുവാക്ക് എടുക്കാൻ വേണ്ടിയാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വിക്രം ഇങ്ങനെയാണ് പറഞ്ഞത്, കാരണം നിങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞ വേറെ ലോകത്തായി. കാരണം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും എനിക്ക് 15-20 വർഷം കഴിഞ്ഞു. ആൻഡ് അയാള് ഏത് കൊമ്പത്ത് നിൽക്കാൻ അവസ്ഥയിൽ നിൽക്കുന്ന ഞാൻ പുള്ളിയെ ഫോളോ അപ്പ് ചെയ്തില്ല. ആൾക്കാരാണ് ഈ മനസ്സിൽ ദേഷ്യം വെക്കാൻ എന്നോട്, കാരണം എന്നെ വിളിച്ചിട്ടില്ല, ഈ ഒതുക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്നെ ഓർത്ത അയാള് എൻ്റെ പേര് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം എൻ്റെ നമ്പർ പോലും ഇല്ല വിക്രമിൻ്റെ. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ സ്ട്രേറ്റ് അവേ അവരുടെ നിന്ന് നമ്പർ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞു വിക്രമിൻ്റെ ഒന്ന് വിളിക്കണം. അങ്ങനെ രാത്രി ഞാൻ വിക്രമിനെ വിളിച്ചു, ഫോൺ എടുത്തില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ കഴിഞ്ഞ് നോക്കിയപ്പോഴേക്കും എനിക്ക് വരിയില്ലാത്ത ഒരു ലാൻഡ് ലൈനിൽ നിന്ന് ഒരു കോള്, മൊബൈലിൽ നിന്നല്ല. നോക്കിയപ്പോഴേക്കും 044 വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഇത് വിക്രമായിരിക്കും. വെളുപ്പാങ്കാലത്താണ്. ഞാൻ നേരെ പറഞ്ഞ ഹലോ എന്ന് പറയുമ്പോഴേക്കും ചേട്ടാ ചേട്ടാ എന്ന് പറയാനൊരു വിളിയുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സങ്ങ് അലിഞ്ഞു പോകും. ഇത്രയും വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ പുള്ളിക്ക് ഞാൻ വിക്രമാ ഈ ടോണിൽ സംസാരിക്കാം. അതല്ല, അവൻ പണ്ടത്തെക്കാളിലും എളിമ പഠിച്ചവനാണ്. അങ്ങനെ വിളിച്ച് പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഒരു ഇയാളെ 1 മണിക്കൂർ ഇങ്ങോട്ടൊക്കെ സംസാരിച്ചു. ചേട്ടാ 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 ഏട്ടൻ വരാറുണ്ട്, ഐ നോ യു സ്റ്റേ അറ്റ് ആദിത്യയിൽ വന്നു കഴിഞ്ഞാൽ ഒരു വിളിച്ചപ്പോൾ എൻ്റെ വീട് അവിടെയല്ലേ കിടക്കുന്നത്. ഞാൻ പറഞ്ഞു നീ ഇപ്പോൾ വലിയ കൊട്ടാരമൊക്കെ പണിത്, ഞാൻ ഇടപെടാതെ വിളിക്കുന്നത് ഇപ്പോഴും, നീ വലിയ ആളല്ലേ, അത് നീ പണിത് കാണുമല്ലോ, അപ്പം നീ അവിടെ. ചേട്ടാ ഐ എം ഇൻ ദ സെയിം ഓൾഡ് പ്ലേസ്, ഞാൻ ചെറിയ വീട്ടിൽ തന്നെ എപ്പോഴും താമസിക്കും, വീടൊന്നും മാറിയിട്ടില്ല. ഐ ഫൈൻഡ് എന്താണ് പ്ലഷർ ഇൻ എ സ്മോൾ ഹൗസ്. അല്ല പുള്ളിക്ക് വലിയ കൊട്ടാരം പണിയുന്നത് അന്ന് പറഞ്ഞ വാക്കാണ് എൻ്റെ അടുത്ത്. അത്രയും നന്മയുള്ളൊരു മനുഷ്യൻ. അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ചെയ്യൂ? അല്ലെങ്കിൽ അതിന് ദിനേശ് പണിക്കർ വിളിക്കട്ടെ, പിന്നെ വിളിക്കട്ടെ എന്നൊക്കെ പറയാമല്ലോ. വിക്രമിന്റെ ആ നന്ദി പലപ്പോഴും മലയാളത്തിൽ നിന്ന് കിട്ടാതിരുന്ന അവസരങ്ങളും ഉണ്ടോ? ഉണ്ട്, ഇഷ്ടം പോലെ. അല്ല സിനിമ എന്ന് പറയുമ്പോൾ അതാണല്ലോ, ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. ഇവിടെ അങ്ങനെ താങ്ക് യു ഗ്രേറ്റ്ഫുൾനെസ് ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. ഞാൻ അപ്പ കാണുന്നതിന് അപ്പ എന്ന് വിളിക്കുക എന്ന് പറയില്ലേ, അതാണ് സിനിമ. അപ്പോൾ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഇടയ്ക്ക് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇന്നും വിളിച്ചു കഴിഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും മിനിമം സംസാരിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ ഒരാവശ്യമില്ല. ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ MP ഒക്കെ ആയിരുന്നല്ലോ, ഇടയ്ക്ക് നോക്കുമ്പോൾ സുരേഷ് ഗോപി എന്തിനാ എനിക്കും വിളിക്കുന്നത്, എടുത്ത് കഴിയുമ്പോൾ ഹലോ അതെന്ത് ദിനേശ് മറ്റേ കാര്യം എന്തായി, ഇതെന്തായി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചു. ഇയാൾ എന്തിനാണ് വിളിച്ചത്, കാര്യം വരുന്നില്ലല്ലോ. 1 മണിക്കൂർ സംസാരിച്ചിട്ടും ഒരു കാര്യവും വരുന്നില്ല. ഞാൻ സുരേഷ് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും കാര്യം കാണും, വെറുതെ വിളിച്ചതാന്ന്. അങ്ങനെ ഇപ്പോഴും ബന്ധം വയ്ക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി. അപ്പം അങ്ങനെ കാര്യസാധ്യതയല്ലാതെ നമ്മളെ വിളിക്കുന്ന ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യം. ഒരു ദിവസം ഇതുമാതിരി ഞാൻ വീട്ടിൽ ചെന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ സ്വീറ്റ്സും കൊണ്ട് ചെന്ന് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഇങ്ങനെ അറിഞ്ഞു. ഞാൻ പറയാം ഇല്ല സുരേഷ് എനിക്കറിയില്ലായിരുന്നു, ഞാൻ വെറുതെ സ്വീറ്റ്സ് കൊണ്ട്, സുരേഷിനെ മൈസൂർ പാക്ക് വലിയ ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇനി ഏതായാലും ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. എപ്പോഴേക്കാളും വിഭവസമൃദ്ധമായിട്ട് ഊണ്. അന്ന് ഗരുഡൻ്റെ ആൾക്കാരൊക്കെ ഡയറക്ടറൊക്കെ വന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ചിട്ടാണ് പിന്നെ പോയത്. അങ്ങനെ സ്നേഹമുള്ള ആൾക്കാരും ഉണ്ട്, അതേസമയം നമ്മൾ വെറുപ്പിച്ച ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ആരോടും വിരോധം വയ്ക്കാറില്ല, നമുക്ക് അത് പ്രതീക്ഷിക്കേണ്ട. ഞാൻ പറയാൻ വന്ന പോയിന്റ് അതല്ല. അപ്പോൾ അന്ന് സുരേഷ് ഗോപിയുടെ ഒരു മോശം സമയത്ത് സുരേഷ് വരെ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. അന്ന് എൻ്റെയും മോശം സമയമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ നാളുകാരാണ്, ഒരേ വയസ്സിലുള്ളവരാണ്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ സുരേഷ് പറയും മറ്റൊരാൾ അങ്ങനെ അണിച്ചു, ഇയാൾ ഇങ്ങനെ അണിച്ചു, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മറ്റവൻ വന്നില്ല, ഇവൻ വന്നില്ല. ഈ പുള്ളി അങ്ങനെ കുറച്ച് സെന്റിമെന്റിലാണ്, ഭയങ്കര ഇമോഷണലാണ്. അപ്പം ഞാൻ സുരേഷിനോട് ഞാൻ പറഞ്ഞു, സുരേഷേ നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾ കാണിക്കുന്ന തെറ്റ്. സിനിമ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് വിലയുള്ള സമയത്ത് നിങ്ങളുടെ പുറകെ ആൾക്കാർ വരും, വന്നിട്ടില്ലേ? പക്ഷേ ഇപ്പം നിങ്ങൾ വില കുറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് പ്രതീക്ഷിക്കരുത്. നിങ്ങൾ അത് പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വളരെ ക്ലോസ് ആണ്, അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞു പുള്ളി? പക്ഷേ സമ്മതിച്ചില്ല ചില കാര്യം, എന്നാലും അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പുള്ളി പറയും. ഞാൻ പറഞ്ഞ അതിനപ്പുറം അനുഭവങ്ങൾ എനിക്കുണ്ട്. കാരണം ഞാൻ തകർന്നടിച്ച് താഴെ കിടന്ന സമയത്ത് ഇപ്പം തിരിഞ്ഞു നോക്കാത്ത എത്ര പേരുണ്ട്. ഞാൻ തിരിഞ്ഞു നോക്കും എന്ന് വിചാരിച്ചവർ ഞാൻ പക്ഷെ ഇപ്പം ചിന്തിക്കാറേ ഇല്ല. ഞാൻ ചോദിക്കണം, പേരുകൾ പറയാതെ ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഇപ്പം പണമായിട്ടൊന്നൊന്നുമല്ല, ഇപ്പം ഞാനിവിടെ ഉണ്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടാവുക എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞ
എമ്പത്തറ്റിക് ആയിട്ട് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. അതെ അതെ. അതായത് അവരുടെ സമയം നമുക്ക് തരിക എന്ന് പറയുന്നത്. Correct. അങ്ങനെ കിട്ടാതെ പോയിട്ട് മനസ്സ് വിഷമിച്ച സന്ദർഭമുണ്ട്. എനിക്ക് ആരുടെ പേരുകളൊന്നും വേണ്ട, ഞാൻ വിവാദമാക്കാനല്ല പറഞ്ഞത്. ഹ്യൂമൻ പേര് പറയാറുമില്ല, പറയാനേ ഞാനൊരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അല്ല, നമുക്ക് നമ്മൾ മനുഷ്യരാണല്ലോ ബേസിക്കലി. അപ്പം നമ്മൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ടുണ്ട്, ഒന്നല്ല പല ഘട്ടങ്ങളിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കുന്ന എന്താ, ഒരു സമയം വരുമ്പോഴേക്കും നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ നമ്മളിതൊരു എവിടെന്നെങ്കിലും കുറ്റു നോക്കുമല്ലോ, അവിടെ നിന്ന് ഒരു വിളി വരും, അവിടെ നിന്ന് അല്ലെങ്കിൽ ഒരു കാര്യം വരും, നോക്കുമ്പോൾ ഇല്ല, അവിടെ നിന്ന് ഒരു അനക്കവും ഇല്ല. അതേസമയം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഏരിയയിൽ നിന്ന് ഒട്ടും അറിയാത്ത ആൾക്കാരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചിന്തിക്കുന്നത്, ഞാൻ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ നമ്മുടെ ചെയ്യേണ്ട ഡ്യൂട്ടി അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെയാണ് ചെയ്തതെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരണമെന്നില്ല, വരുന്ന ചിലപ്പോൾ ഇപ്പുറത്തുനിന്നായിരിക്കും, വേറെ ആൾക്കാരായിരിക്കും, കിട്ടിയാൽ പോരെ. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്, ആ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഈ പണത്തിന്റെ അളവ് പോലെ വെച്ച് ഞാൻ പറയുന്നത്, കരിയറിലെ ഏറ്റവും പീക്ക് പോയിന്റ് എപ്പോഴായിരുന്നു, ഏറ്റവും റോക്ക് ബോട്ടം എപ്പോഴായിരുന്നു? എൻ്റെ പീക്ക് പോയിന്റ് എന്ന് അങ്ങനെ പറയാനൊന്നുമില്ല, കാരണം ഞാനൊരു കുറച്ച് സ്റ്റഡി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന ആളാണ്. എൻ്റെ ലൈഫിൽ ഒരു മെഡിക്കൽ റെപ്പായിരുന്നു ഞാൻ. പ്രൊഡ്യൂസർ ലൈഫിലാണ് പറയുന്നത്. പ്രൊഡ്യൂസർ ലൈഫിൽ തന്നെ പറയുകയാണെങ്കിൽ ഒരു 10 വർഷത്തോളം ഞാൻ പ്രൊഡ്യൂസർ ലൈഫ്, എൻ്റെ 89 മുതൽ 99 വരെ എൻ്റെ ഒരു പീക്ക് ടൈം തന്നെയായിരുന്നു. കാരണം ആ സമയത്താണ് ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് സിനിമകൾ എടുക്കുന്നു. എനിക്കൊന്ന് അന്നത്തെ കാലത്ത് 2 സിനിമ, ഒന്ന് സുരേഷ് ഗോപിയെ വെച്ച രജപുത്രൻ എറണാകുളത്ത് നടക്കുന്നു, അതേ സമയത്ത് തന്നെ ട്രിവാൻഡ്രത്ത് സിബി മലയിൽ സംവിധാനം ചെയ്ത ജയറാം മഞ്ജു വാര്യർ അഭിനയിച്ച കളിവീട് എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നത്. 2 ഞാൻ തന്നെയാണ് പ്രൊഡ്യൂസർ, എൻ്റെ രോഹിത് ഫിലിംസിൻ്റെ പേരിൽ. അപ്പോൾ 2 സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം വരെ എനിക്ക് അന്നത്തെ കാലത്ത് കിട്ടിയിട്ടുണ്ട്. അത്രയും പീക്കിൽ നിന്നിട്ട് അത് കഴിഞ്ഞ് പ്രണയവർണ്ണങ്ങൾ എടുക്കുന്നു, ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുന്നു, മയിൽപ്പീലിക്കാവ് എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നു. അത് എല്ലാവരും ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയും ഉഗ്ര സിനിമ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറയും, ഇത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുറച്ച് കാശെങ്കിലും കിട്ടിയേനെ എന്ന് ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്. ആ പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും ആ സമയത്ത് ഹിറ്റായില്ല. പക്ഷേ സ്ക്രീനിൽ കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് മമ്മൂട്ടിയുടെ സ്റ്റാലിൻ ശിവദാസ് എന്ന് പറഞ്ഞ പടം എടുത്തു. 99 കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഈ 2-3 പടങ്ങൾ എന്നെ ഒന്ന് പുൾ ഡൗൺ ചെയ്തു. ആ 99 പീരീഡ് മുതൽ ഞാൻ അങ്ങ് ഡൗണായി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് 2-2.5 കോടി എൻ്റെ പോയി. 2.5 കോടിയോ? 2.5 കോടി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു 25 കോടി എന്ന് വേണമെങ്കിൽ പറയാം. 25 കോടിക്ക് മേലെ വരും ഇൻഫ്ലേഷൻ. ഞാൻ റഫായിട്ടൊരു അപ്രോക്സിമേറ്റ് കണക്ക് പറയാം. അത്രയും പൈസ എൻ്റെ ഒറ്റയടിക്ക് പോയി കിട്ടിയെങ്കിലും ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്, എനിക്ക് അത്യാവശ്യം സ്ഥലം, എനിക്ക് ശാസ്ത്രമംഗലത്ത് 2 ഏക്കർ സ്ഥലം കിടപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ എറണാകുളത്ത് ഞാനൊരു 15 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു കമേഴ്ഷ്യൽ ബിൽഡിങ് ഞാൻ വെള്ളയമ്പലത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതുമാതിരി ഞാൻ ഫ്ലാറ്റ് പണിയാൻ വേണ്ടിയിട്ട് കവടിയാറിലെ പണ്ഡിറ്റ്സ് കോളനി എന്ന് പറഞ്ഞാൽ രാജകീയമായ സ്ഥലമാണ്. അവിടെ ഒരു ഫ്ലാറ്റ് പണിയാൻ, ബേസ്മെൻറ്റ് കെട്ടി ഫ്ലാറ്റ് പണിയാൻ ഉയർത്താൻ വേണ്ടി നിന്ന വ്യക്തിയാണ്. അപ്പോൾ അത്രയും ബേസ് എനിക്ക് കിടപ്പുണ്ട്, അസറ്റ്സ് ഉണ്ടായിരുന്നു. ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതിന് ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ ഈ സ്ഥലം വിൽക്കാൻ പോകുമ്പോൾ ഒറ്റയടിക്ക് വിൽക്കാൻ പോയാൽ നമുക്ക് വില കിട്ടില്ല. അപ്പം നമ്മൾ കുറച്ച് 2 വർഷമെങ്കിലും ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വന്നത് നമുക്ക് ആ സമയത്തൊരു അന്ന് ലക്ഷങ്ങളുടെ വിലയേ ഉള്ളൂ ഈ പ്രോപ്പർട്ടീസിനൊക്കെ. അപ്പോൾ വന്നിട്ട് 30 ലക്ഷം 50 ലക്ഷം പറയുന്ന ആ പ്രോപ്പർട്ടി ഞാൻ പറയും, നിങ്ങൾ എത്ര തരും? 10 ലക്ഷം രൂപ തരാം. അവർക്കറിയാം ദിനേശ് പണിയുടെ കയ്യിൽ കാശില്ല എന്നത്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കൊരു നിർബന്ധമില്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കടക്കാർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, തെറിയേറ്റുകൊണ്ടിരിക്കുകയാണ് ഞാൻ, പൈസ എപ്പോൾ തരും. പക്ഷെ എന്നാൽ പോലും ഇവിടെ പിടിച്ചു നിന്നില്ലെങ്കിൽ ഇത് ഭീകരമായ നഷ്ടം എനിക്ക് വരും. അങ്ങനെ ഒരു 2 വർഷത്തോളം ഞാൻ പിടിച്ചു നിന്നു. ആ 2 വർഷമേ ഉള്ളൂ എനിക്ക് ജീവിതത്തിൽ ഒരു താഴോട്ട് പോയൊരു സമയം. എനിക്ക് 2003 2004 കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ എൻ്റെ സമയം തിരിച്ചു വന്നു. എനിക്ക് ജീവിതത്തിൽ ലൈഫിൽ പണ്ടത്തെക്കാളും സന്തോഷവും പ്രസാദവും സന്തോഷവും ദൈവം തന്നു. കാരണം ഞാൻ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനി തുടങ്ങി, ലോകം മുഴുവൻ കറങ്ങാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ അഭിനയം തുടങ്ങി, ലോകം എന്നെ കൂടുതൽ അംഗീകരിക്കാനും കാണാനും ഒരു അവസരം തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞതെന്നറിയാം, നീ ചെയ്തിരുന്ന വഴി കറക്റ്റല്ല, ഒന്ന് ബ്രേക്ക് ചെയ്യേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സിനിമയിൽ നിന്ന് തൽക്കാലം ബ്രേക്ക് എടുത്ത് ഈ ലെവലിലോട്ട് മാറിക്കഴിഞ്ഞപ്പോഴേക്കും കാശ് വന്നു തുടങ്ങി, സന്തോഷം വന്നു തുടങ്ങി, കടം മുഴുവൻ വീട്ടി, എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി ഞാൻ കാശ് കൊടുത്തു. ഒരു പൈസ കടമില്ലാതെ ഞാൻ സന്തോഷമായിട്ട് 4-5 വർഷം എടുത്തു എനിക്ക് ടോട്ടൽ ലെവലിലേക്ക് തിരിച്ചു വരാനായിട്ട്. എന്നിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം വീട് ഹാപ്പി ആയിട്ട് ഒരു വില്ല പണിതതും. നമ്മുടെ ഒരു പൈസ കടം വെച്ചുകൊണ്ട് എൻ്റെ പ്രിൻസിപ്പിളായിരുന്നത്, ഞാൻ വീട് പണിയാൻ ഞാൻ ആലോചിക്കില്ല. അതിന് കാറ് പോലും ഇല്ല. ഞാൻ നിങ്ങൾ എൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? ഞാൻ 2 വർഷം എൻ്റെ കാറില്ലാതെ ഞാൻ ഓട്ടോറിക്ഷയിൽ നടന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലെപ്പോഴും 2 കാറുണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ആ ഒരു പ്രൈം കാലത്ത്
മറ്റേ ഇതുണ്ടല്ലോ മാരുതി എസ്റ്റീം എന്നൊരു വണ്ടി ഇറക്കിയപ്പോഴേക്കും ട്രിവാൻഡ്രത്തെ ഷോറൂമിൽ നിന്ന് രണ്ടാമത്തെ ഷോറൂം മറ്റേ മാരുതി എസ്റ്റീം ഇറക്കിയ വ്യക്തിയാണ് ഞാൻ. 50,000 രൂപ മാർജിൻ മണി കൊടുത്താണ് അന്ന് എടുക്കുന്നത്. അഹങ്കാരമല്ല, അന്ന് എനിക്ക് ആവശ്യമായിരുന്നു. കേപ്പബിൾ ആയിരുന്നു. കേപ്പബിളിനല്ല, ആവശ്യമാണ്. ഷോ കാണിക്കാനല്ല. ഞാൻ അന്നും ഇന്നും ഷോ കാണിക്കുന്ന വ്യക്തിയല്ല. അന്ന് എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വണ്ടി ഞാൻ എടുത്തത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഫോക്സ് വാഗൻ, മറ്റേ പഴയ ബീറ്റിൽ എന്നൊക്കെ പറയില്ലേ, ആ വണ്ടി എൻ്റെ അടുത്തുണ്ട്. ഒരു ചുവന്ന അന്നത്തെ ഇവിടെ ഇറക്കിയിട്ടില്ല. ഇത് ഇമ്പോർട്ടഡ് വണ്ടിയായിരുന്നു. അത് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇത് കൂടാതെ എൻ്റെ അച്ഛൻ വാങ്ങിച്ചിട്ടിരുന്ന ഒരു അംബാസഡർ, പഴയ അംബാസഡർ കാർ തന്നെ, അത് വീട്ടിലുണ്ടായിരുന്നു. അത് 1968 മോഡലായിരുന്നു. അത് ഗംഭീരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ആ വണ്ടിയാണ്. അങ്ങനെ 2-3 വണ്ടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആ കാലത്ത് തന്നെ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ ഒരു വണ്ടിയില്ലാതെ ആരെങ്കിലും ചിലപ്പോഴൊക്കെ എൻ്റെ മാനേജർ, എൻ്റെ ഓഫീസുണ്ടല്ലോ ഈ സിനിമയുടെ, അപ്പോൾ ആ എൻ്റെ മാനേജർ പോയി പരമേശ്വരനുണ്ട്. പരമേശ്വരൻ, ചേട്ടാ ഞാൻ വന്ന് വിളിക്കണോ അതോ ഹോട്ടലിൽ വരുമോ? ഞാൻ പറയുന്നത് പരമേശ്വരൻ ബാ പോര്. പരമേശ്വരൻ പോയി ഞാൻ ബാക്കിൽ പരമേശ്വരനെ കെട്ടിപ്പിടിച്ച് ഞാൻ ഈ പറഞ്ഞില്ലേ എൻ്റെ ഓഫീസിലോട്ട് പോകും. എന്നാൽ അവിടെ ചെന്നിരുന്ന വേറെ ഓഫീസിലാണ് വലിയ മുതലാളിയായിട്ടേ ഇരിക്കുന്നത്. പക്ഷെ പോകുന്നത് ഇങ്ങനെ ബാക്കിൽ കെട്ടിപ്പിടിച്ചിരിച്ച് ഞാൻ പരമേശ്വരൻ്റെ പോയിട്ടുണ്ട്. എനിക്കൊരു നാണക്കേടും തോന്നിയിട്ടില്ല. അതിന്ന് തിരിച്ചു വരുമ്പോൾ ഇന്ന് ഇതൊക്കെ ഇത്ര സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ജീവിതത്തിന് ഒരു 2 വശം ഉണ്ടല്ലേ. അത് ഫേസ് ചെയ്യാൻ പഠിക്കണം. ഞാൻ ഇന്ന് ഇഷ്ടം പോലെ വേദികളിൽ പോയി പ്രസംഗിക്കുന്ന ഒരാളാണ്, സ്കൂളുകളിൽ എസ്പെഷ്യലി. പിന്നെ ഈ പറഞ്ഞ അവാർഡ് നൈറ്റുകളിലും മറ്റേ ഓരോരോ ബിസിനസ് മാഗസിൻസിൻ്റെയൊക്കെ ലോഞ്ചസിനും ഒക്കെ എന്നെ വിളിക്കാറുണ്ട്. അവിടെയൊക്കെ ചെല്ലുമ്പോഴേക്കും എൻ്റെയൊക്കെ ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ സ്പീച്ച് ഉണ്ടാവും. അവിടെയൊക്കെ ഞാൻ ഈ സംസാരിക്കുന്ന വിഷയങ്ങൾ ഇതാണ്, മോട്ടിവേഷൻ. കാരണം നമ്മുടെ ഇവിടെ ഒരു 5,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിതം ഫേസ് ചെയ്യാൻ മടിക്കുന്ന ആൾക്കാരാണ്. ഞാൻ പറയുന്നറിയാമോ, ലൈഫിൽ ഞാൻ ഏറ്റവും വലിയ ടോപ്പ് പൊസിഷനെത്തി. അവിടെ നിന്ന് നേരെ താഴോട്ട് പോയി. ഞാൻ തമാശയ്ക്ക് പറയുന്ന മണ്ണിൽ നിന്ന് ഈ തൂവംസിനൊക്കെ തിരഞ്ഞെടുക്കുന്ന പോലെ എന്നെ കുഴീൻ്റെ അകത്തുനിന്ന് തപ്പിയെടുത്താൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. അത്രയും താഴെ പോയി ഞാൻ ഒറ്റയടിക്ക്. പക്ഷേ അതൊന്നും എന്നെ ബാധിച്ചില്ല. ഞാൻ അന്ന് എല്ലാവരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എങ്ങനെ ഈ അവസ്ഥയിൽ ചിരിച്ചിരിക്കാൻ പറ്റുന്നു? നമ്മൾ ചിരിക്കണം, നമ്മൾ ഫേസ് ചെയ്യണം. എൻ്റെ സൈഡിൽ നിന്ന് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ദൈവത്തിന് മറിച്ചൊരു തീരുമാനം ഉണ്ടെങ്കിൽ പിന്നീട് ആലോചിക്കാം. പക്ഷേ ആസ് ഇറ്റ് ഈസ് എൻ്റെ മനസ്സിൽ ഞാൻ വളരെ കണ്ടൻറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോൾ. കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ദൈവം സഹായിച്ച് ജീവിതത്തിൽ കിട്ടാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷവും ദൈവം അറിഞ്ഞു തന്നിട്ടുണ്ട്. സാമ്പത്തികമാണെങ്കിലും നമുക്ക് പൊസിഷനാണെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ആരോഗ്യമാണെങ്കിലും എല്ലാം വളരെ, ഞാനൊരു അത്യാവശ്യം പ്രായമുള്ള മനുഷ്യനാണ്. അപ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് ഇതെല്ലാം ദൈവം തരുമ്പോൾ ആസ്വദിക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. കാരണം ആ ഒരു പൈസ കടവില്ലാതെ സുഖമായി സന്തോഷമായിട്ട് ജീവിക്കുക. അപ്പോൾ ആ ലെവലിൽ നിന്ന് നമ്മൾ വീണ്ടും പഴയയിലോട്ട് പോകുമ്പോൾ പൈസ കടം മേടിക്കണം, ഈ പറഞ്ഞ പോലെ പലരുടെയും പുറകെ നടക്കണം, നമ്മുടെ ആരോഗ്യം മോശമാക്കണം. ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കുണ്ടല്ലോ, എന്തിനാ അതിനാവശ്യമില്ല. എനിക്ക് ഇപ്പോൾ വളരെ സന്തോഷമായിട്ടിരിക്കുക. ഞാനതാണ് എപ്പോഴും ഞാൻ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. പ്രൊഡ്യൂസറായിരിക്കുമ്പോൾ നമ്മുടെ പോക്കറ്റിനകത്തൊരു പേഴ്സ് ഉണ്ടായിരിക്കണം. ആ പേഴ്സിനകത്ത് നിറച്ചും കാശുണ്ടായിരിക്കണം. കാരണം നമ്മളൊരു സഭയിൽ ഒരു 5-6 പേര് ഇരിക്കുന്ന സഭയിലാണെങ്കിൽ അവിടെ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറേ പഴംപൊരി കഴിച്ചു, അവിടെ കാശ് കൊടുക്കേണ്ട ഘട്ടം വരുമ്പോഴേക്കും എല്ലാവരും എന്നെ നോക്കും. കാരണം ഞാൻ പ്രൊഡ്യൂസറല്ലേ, വലിയ ആളല്ലേ, അപ്പോൾ കാശ് ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ എന്നെക്കാളും റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും, പക്ഷെ അവർ കാശ് എടുക്കില്ല. അതേസമയം ഞാനൊരു നടനാണോ, ഞാൻ പേഴ്സ് പോലും എടുക്കണ്ട, അവിടെ ഇരുന്നാൽ മതി. ഓയ് സാറേ ഞങ്ങൾ കൊടുക്കാം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്പോൺസർ ചെയ്യാൻ, നമ്മളോട് സ്നേഹം കാണിക്കാൻ ആൾക്കാരുണ്ട്. അതാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം ഇപ്പോൾ ഞാൻ ആസ്വദിക്കുക. എന്തായാലും കിരീടം ഒരു പുതിയ ജനറേഷനാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. അതെ, അവർ സിനിമയെ ഇനിയിപ്പോൾ ആ സിനിമയ്ക്ക് പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എത്തിപ്പെടാനോ ഒന്നും എവിടെയില്ല. അത് എല്ലാ അർത്ഥത്തിലും അതിൻ്റെ എല്ലാ വിജയങ്ങളും കണ്ടു കഴിഞ്ഞിരിക്കുന്നു, ബോത്ത് കൊമേഴ്ഷ്യലി ആൻഡ് ക്രിട്ടിക്കലി. അപ്പം അതിൻ്റെ ഒരു പുതിയ റീവ്യൂവിങ്ങിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതിയ അതിൽ നിന്ന് സേതുമാധവനിൽ നിന്ന് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ അച്യുതൻ നായരിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്നൊക്കെ പുതിയ ജനറേഷനും കണ്ട് മനസ്സിലാക്കട്ടെ. സിനിമ യാത്ര അത് അഭിനയമാണെങ്കിലും ഇനിയിപ്പോൾ പറഞ്ഞ പോലെ ദൈവം തീരുമാനിക്കുന്ന പോലെ പ്രൊഡക്ഷൻ ആണെങ്കിലും അതൊക്കെ സംഭവിക്കട്ടെ. നേരത്തിന് ഒരുപാട് അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഒരു സിനിമ 37 വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ചർച്ചാ വിഷയമാകുക, വീണ്ടും പോസിറ്റീവ് ലെവലിലേക്ക് അത് വീണ്ടും ഉയരുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. അതിലൊരു ഭാഗ്യവാനാണ് ഞാൻ.
ഞങ്ങളുടെ ഓഫ് കോഴ്സ് ഞാനായാലും ഉണ്ണിയായാലും സിബി ആയാലും ഇപ്പോൾ ലോഹി നമ്മുടെ കൂടെ ഇല്ല, ബാക്കി അതിൽ പങ്കെടുത്ത അന്ന് ഫംഗ്ഷൻ വന്ന എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന സൗഭാഗ്യം തന്നെയാണത്. ആ സൗഭാഗ്യത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം ആർക്കാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ. കാരണം നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന പോലെ ഇപ്പോൾ എനിക്ക് എൻ്റെ മൊബൈലിൽ സത്യം പറഞ്ഞാൽ ഓപ്പൺ ചെയ്യാൻ സമയമില്ല. കാരണം എത്രയും പേര് നിങ്ങളായിരുന്നു കിരീടത്തിൻ്റെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് അറിയില്ല. സത്യമാണത്, പലർക്കും അറിയില്ലായിരുന്നല്ലോ. എന്നാൽ അതിൻ്റെ ആ ഒരു സന്തോഷം ആരെക്കാട്ടിലും കൂടുതൽ കിട്ടുന്ന കുറെ പേര് ഒരു ഇങ്ങനെയൊക്കെ വ്യക്തി. ഈ ഫേസ്ബുക്കിന്റെ റീൽസിലൊക്കെ കമന്റ് ചെയ്യുന്നത്, ഇയാള് മറ്റേ ദേശായി കുടുംബത്തിലാണല്ലോ, ഇയാൾ അത്രയും വലിയ ആളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അത്. അപ്പൊ നമുക്ക് കിട്ടുന്ന 37 വർഷത്തിന് ശേഷം വീണ്ടും ഒരു റെക്കഗ്നേഷൻ അത് കിട്ടുകയാണ്. ഇത് റെക്കഗ്നിഷന്റെ കാര്യം പോട്ടെ, ആദ്യം ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം. 37 വർഷം നമ്മൾ ജീവിച്ചിരിപ്പില്ലേ, Yes, yes. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. എത്രയോ പേര് നമ്മൾ മൺമറഞ്ഞു പോയപ്പോൾ നമ്മൾ ഇന്നും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കാൻ നമുക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ കിരീടം റീമാസ്റ്റർ ചെയ്ത് ഗംഭീരമായിട്ട് സിനിമ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എസ്പെഷ്യലി ഓഡിയൻസിൻ്റെ എനിക്കും എൻ്റെ ഉണ്ണിക്കും, എൻ്റെ പാർട്ണറായ ഉണ്ണിക്കും സിബിയും, ഞങ്ങളുടെ എല്ലാവരുടെയും ആ കൂട്ടായ എല്ലാവർക്കും വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി വീണ്ടും കാണണം. Thank you.